അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹിതന്മാരെ, ഇന്നത്തെ ക്ലാസ് നമ്പർ 66. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുട്ടലുകളും പാടലുകളുമാണല്ലോ. അതിന്റെ ബാക്കി സുമ്മഖാല. പിന്നെ ഷെയ്ഖ് ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി അവർ തങ്ങൾ പറയുന്നു, വഹുവ ജായിസുൻ ഫീ ഖുദൂമി കുല്ലി ഖാദിമിൻ. യാത്രകളെല്ലാം കഴിഞ്ഞുകൊണ്ട് മുന്നിട്ട് വരുന്ന എല്ലാ മുന്നിട്ട് വരലുകളിലും ഈ പറഞ്ഞ ദഫ് മുട്ടിയുള്ള പാട്ട് അനുവദനീയമാണ്. യജൂസുൽ ഫറഹു ബിഹി. ആ മുന്നിട്ട് വരൽ കൊണ്ട് സന്തോഷിക്കും. അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്ന ഏതെല്ലാം നല്ല മേഖലകളുണ്ടോ, യാത്ര കഴിഞ്ഞൊക്കെ എത്തുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ സ്വീകരിക്കുന്നതിൽ ഈ പാട്ട് പാടൽ ജായിസാണ്. ദഫ് മുട്ടി നല്ലതാണ്. വഫീ കുല്ലി സബബി മിൻ അസ്ബാബി സുറൂരി. സന്തോഷിക്കാൻ പറ്റുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടായോ, കാരണങ്ങളുണ്ടോ, അത്തരം കാരണങ്ങളിലൊക്കെ ഇങ്ങനെ പാട്ട് പാടാം. വയദുല്ലു അലാ ഹാദാ മാ റുവിയ ഫി സഹീഹൈനി അൻ ആയിഷത റളിയല്ലാഹു അൻഹാ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇതിന് തെളിവായിട്ട് വരും. ഖാലത്ത് മഹദി പറയുന്നു, ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തുർനി ബിരിദാഇഹി. നബി തങ്ങളെ ഞാൻ കണ്ടു. നബി തങ്ങൾ അവിടുത്തെ പുതപ്പ് കൊണ്ട്, തട്ടം കൊണ്ട് എന്നെ മറക്കുന്നതായിട്ട് ഞാൻ എന്നെ കണ്ടു. വഅന അൻളുറു ഇലൽ ഹബശത്തി യൽഅബൂന ഫിൽ മസ്ജിദി. അങ്ങനെ ഞാൻ പള്ളിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മക്കള് അവിടെ ദഫ് കെട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിക്കുന്ന കുട്ടികളിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കി. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിൽ റസൂലുള്ള എന്റെ ഭാഗം മറഞ്ഞു നിന്ന്, റസൂലുള്ള മുന്നിൽ ബാക്കിൽ ഞാനായിട്ട് മറഞ്ഞു നിന്നുകൊണ്ട് കണ്ടു. അതാക്കൂന അനല്ലതി അസ് അമഹു. കളിച്ച് എനിക്ക് മതി വന്നു. അതുവരെ ഞാൻ കണ്ടു. പൂതി തീരുന്നത് വരെ ഞാൻ കണ്ടു നിന്നു എന്ന് മഹദിയെ തൊട്ട് റിപ്പോർട്ട് ബുഖാരി മുസ്ലിമിനുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? സന്തോഷവേളകളിൽ ഇങ്ങനെയൊക്കെ പാട്ടുപാടി കളിക്കാം എന്നുള്ളതാണ്. വാൻഹ അയ്ളൻ. വീണ്ടും മഹദിയെ തൊട്ട് നിവേദനത്തിൽ കാണാം, റളിയല്ലാഹു അൻഹ അന്ന അബാ ബക്കർ റളിയല്ലാഹു അൻഹു ദഖല അലയ്യ വഇൻദഹാ ജാരിയതാനി ബി അയ്യാമിൻ മിനൻ തുദഫിഫാനി വതദ്രിബാനി വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ മുദാശിം ബിസൗബിഹി ഫൻദറഹുമാ അബൂ ബക്കർ റളിയല്ലാഹു അൻഹു ഫകശഫ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ عن وجهه وقال دعهما يا أبا بكر وإنها أيام عيد. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് കയറി വന്നു. കയറി വരുമ്പോൾ വഇൻദഹാ ജാരിയതാനി. 2 പെൺകുട്ടികൾ ആയിഷ ബീവിയുടെ അടുത്തുണ്ട്. ഫീ അയ്യാമി മിന. മിനയിലുള്ള ദിനങ്ങളിലാണ് വന്നത്. ആ ദിനത്തിലാണ് ഈ 2 പെൺകുട്ടികൾ ആയിഷയുടെ അടുത്തുള്ളത്. തുദഫിഫാനി വ തദ്രിബാനി. ആ 2 ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടിപ്പാടുകയാണ്, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുദാശിം ബിസൗബിഹി. നബി തങ്ങൾ അവിടുത്തെ വസ്ത്രം കൊണ്ടാകെ മൂടിപ്പൊതച്ച് നിൽക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വരവ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വന്ന പാടെ വന്ദറഹുമാ അബൂബക്കർ റളിയല്ലാഹു അൻഹു. മഹാനവറുക 2 പെൺകുട്ടികളെ അടിച്ചാട്ടുന്ന രൂപത്തിലുള്ള ശബ്ദം കൊണ്ടിട്ട് അടക്കി ഒതുക്കി ഇരുത്തി. എന്ത് പണിയാ നിങ്ങൾ കാട്ടുന്നു, പോയടാ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവരെ തടഞ്ഞു. അപ്പോ വകശഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വജീഹി. അപ്പോ നബി തങ്ങൾ മൂടി പുതച്ചു വെച്ച ആ വസ്ത്രം വെളിവാക്കി, മുഖത്തെ തൊട്ട് മുഖം വെളിവാക്കിക്കൊണ്ട് വഖാല. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ദഅഹുമാ യാ അബാ ബക്കർ. വേണ്ട, തടയണ്ട, അവരങ്ങനെ പാടിക്കൊണ്ടിരിക്കട്ടെ. ഫഇന്നഹാ അയ്യാമു ഈദ്. ഇന്ന് പെരുന്നാൾ ദിനങ്ങളല്ലേ. അപ്പൊ പെരുന്നാൾ ദിനം നമുക്ക് സന്തോഷ ദിനമല്ലേ, സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടൊക്കെയല്ലേ അവർ പാടുന്നത്. ദഫടിച്ച് പാടിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറ്റാത്തൊരു പാട്ടായിരുന്നു, ദഫടി പറ്റാത്തതായിരുന്നുവെങ്കിൽ
അത് നബി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തടഞ്ഞതിനെ വിരോധിക്കുമായിരുന്നില്ലല്ലോ. അവ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പാടാമെന്ന് മനസ്സിലായി ദഫടിച്ചുകൊണ്ട് സുമ്മ അത്വാലൽ ഇസ്തിദ്ലാല ലിദാലിക, പിന്നെ ഇതിന് വേണ്ട ലക്ഷ്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ നീട്ടിപ്പരത്തി പറഞ്ഞിട്ടുണ്ട്. ഏതുവരെ? ഇലാങ്കാല വയജൂദുൽ ഫറഹ് ബി സിയാറത്തിൽ ഇഖ്വാനി, സഹോദരന്മാരൊക്കെ സന്ദർശിക്കൽ കൊണ്ട് സന്തോഷമുണ്ടാകുമ്പോൾ ആ സന്തോഷത്തിന്റെ വേളയിലും അതിനു വേണ്ടിയും ഇങ്ങനെയൊക്കെ പാടാം. വലിഖായിഹി വജിജ്മാഇ ഫി മൗദിഇൻ വാഹിദിൻ അലാ തുആമിൻ ഔ കലാമിൻ, സംസാരത്തിനോ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയ ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി കണ്ടുമുട്ടി ഇങ്ങനെ വരുമ്പോൾ നല്ല സന്തോഷങ്ങൾ ഉണ്ടാവും. അത്തരം സന്തോഷങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ദഫ് മുട്ടിപ്പാടാം, അതിന് വിരോധമില്ല എന്ന് വരെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. വഹുവ അയ്ളം മദിന്നത്തുസ്സമാ, ഇതും തന്നെ കേൾക്കാൻ അനുവദിച്ചതായ കാര്യങ്ങൾപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം അവിടെ അവസാനിച്ചു. ഇന്ദാവൽ ഹസൻ ഗസാലി ഇമാം തങ്ങൾ തന്റെ കിതാബിൽ ഹിയ ഉലൂമിൽ പറഞ്ഞ കിതാബ് സമായിലുള്ള ഒരു പ്രധാനപ്പെട്ട ഈ ബാബുമായി ബന്ധമുള്ളൊരു കാര്യമാണ് ഇവിടെ ഉദ്ധരിച്ചത്. ആ ഭാഗം ഇവിടെ കഴിഞ്ഞു. എന്നിട്ട് ഹബീബ് എന്നവര് നമ്മോട് പറയുന്നു, ഫള് സഹോദര ഒന്ന് ആലോചിക്ക്, ഖൗലുൽ ഗസാലി, ഗസാലി ഇമാം തങ്ങളുടെ വാക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഇൻകാരദാലിക സുറൂർ മുബാഹൻ, സന്തോഷവേളകളെല്ലാം സന്തോഷങ്ങളൊക്കെ ഹലാലാണ് എങ്കിൽ തബ്ഹമു മിൻഹു, അതിൽ നിന്ന് നിനക്കറിയാം, നദ്ബഹു, അത് ഇൻകാരദാലിക സുറൂർ മന്ദൂബ, സന്തോഷങ്ങളൊക്കെ സുന്നത്തായ സന്തോഷമാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ദഫടിക്കലും സന്തോഷമാണ്, പാട്ടും പാടലും സന്തോഷമാണ്, നിനക്ക് കിട്ടൂലേ. സുമ്മൻദുർ ഐളൻ, വീണ്ടും നീ ചിന്തിച്ചു നോക്ക്, ആലോചിച്ചു നോക്ക്. ഖൗലുഹു വയജൂസു ലിൽ ഫറഹി ബിസിയാറത്തിൽ ഇഖ്വാൻ ഇലാ ആഖിരിഹി, ഇലാ ബിസിയാറത്തിൽ ഇഖ്വാനി വയജൂസു ലിൽ ഫറഹി ബിസിയാറത്തിൽ ഇഖ്വാനി എന്ന് പറഞ്ഞതിന്റെ ലാസ്റ്റ് വരെ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. സഹോദരന്മാരെ സന്ദർശിക്കൽ കൊണ്ടുള്ള സന്തോഷത്തിന് വേണ്ടിയും ഈ പറഞ്ഞ പാട്ടുകളും കൊട്ടുകളൊക്കെ പറ്റുമെന്ന് മഹാനവറുകൾ പറഞ്ഞ വാക്കൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ വകൈഫ ബിസിയാറത്തിൽ ഔലിയായി വസ്വാലിഹീന, സാലിഹീങ്ങളും ഔലിയാക്കളുമായ ആളുകളെ സന്ദർശിക്കൽ കൊണ്ട് പിന്നെ എങ്ങനെ ഉണ്ടാകും? അല്ലത്തി, ആ സന്ദർശനമാകുന്നത് ഹിയ മിൻ അഅ്ലമിൽ മുഖർരിബാത്തി ഇലാ റബ്ബിൽ ബരിയാത്ത്, സൃഷ്ടിജാലങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന പല ആരാധന കർമ്മങ്ങളിൽപ്പെട്ടതായിരിക്കുന്ന ഒരു ആരാധന തന്നെയല്ലേ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും സാലികളെയൊക്കെ സന്ദർശിക്കുക എന്നുള്ളത്. സാധാരണക്കാർക്ക് പോലും ഇത്തരം കാര്യങ്ങൾ പറ്റുമെങ്കിൽ അള്ളാഹുന്റെ അമ്പിയ ഔലിയ ഉലമാ സാലികൾ സന്ദർശിക്കുമ്പോൾ എത്ര സന്തോഷമുണ്ടാകും. ആ സന്തോഷവേളയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തുമാത്രം പുണ്യമായ കാര്യമാണ്. അപ്പൊ അവിടെ എതിർക്കേണ്ടതില്ലല്ലോ. മുഹമ്മദ് ബിൻ ഷെയ്ഖ് അൽ ആലിം അൽ ആമിലി അബ്ദുറഹ്മാൻ ബിൻ സിറാജുദ്ദീൻ ജമാൽ റഹ്മഹുമുല്ലാഹു തആല, മഹാനവറുകൾ പറയുന്നു, ഫി കിതാബിഹി, തന്റെ കിതാബിൽ പറയുന്നു. എന്താ കിതാബിന്റെ പേര്? മവാഹിബുൽ ബർറിർ റഊഫ് ഫി മനാഖിബി ഷെയ്ഖ് മഅറൂഫ് ബി ബാജമാൽ എന്ന് പറയുന്നത് ആ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, വകദാലിക, ഈ മഹാൻ പറഞ്ഞതുപോലെ തന്നെ ഖാല ഇമാമുന ഷെയ്ഖ് അലി ഇബ്നു അബീ ബക്കർ അലവി എന്ന് പറയുന്ന മഹാനവറുകളും പറഞ്ഞിട്ടുണ്ട്. ഫി കിതാബി മആരിജിൽ ഹിദായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന ഷെയ്ഖ മുഹമ്മദ് ബിൻ അൽ ഹുസൈൻ അൽ ബജ്ലി റഹ്മഹുല്ലാഹു തആല, മഹാനവറുകൾ പറയുകയാണ്, മഹാനവറുടെ അനുഭവം എന്താണ്? ഖാല, മഹാൻ പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, സ്വപ്നത്തിൽ ഞാൻ നബിയെ കണ്ടു. അൽഹംദുലില്ലാഹ്, ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നബിയെ കണ്ടിട്ട് ഫഖുൽതു യാ റസൂലല്ലാഹ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹുസൈൻ തങ്ങൾ നബിനെ വിളിച്ചിട്ട് ചോദിക്കുകയുണ്ടായി, അയ്യുൽ അഅ്മാലി അഫ്ദലു, പ്രവാചകരെ ഏറ്റവും പുണ്യമായിരിക്കുന്ന അമല് ഏതാണ്, സൽക്കർമ്മം ഏതാണ് എന്ന് നമ്മളെല്ലാവരും ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ വേണം. വളരെ പെട്ടെന്ന് മഹാനായ നബി തങ്ങൾ സ്വപ്നത്തിലൂടെ ആ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. ഖാൽ, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, വഖൂഫുക ബൈന യദൈ വലിയില്ലാഹി തആല, അള്ളാഹുവിന്റെ ഒരു വലിയുണ്ടെങ്കിൽ ആ വലിയിന്റെ മുന്നിലുള്ളതായിരിക്കുന്ന നിന്റെ നൃത്തമാണ്. ഏതുപോലെ ഹൽബിഷാത്ത്, ഒരു ആടിനെ കറക്കുന്ന സമയം
ഔകശയ്യല്ല അല്ലെങ്കിൽ മുട്ടയെ പൊട്ടിക്കുന്ന സമയം, ഈ ഇത്രയും തുച്ഛമായിരിക്കുന്ന ഒരു സമയത്ത് അള്ളാഹുവിന്റെ വലിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വലിയിന്റെ മുന്നിൽ നീ നിൽക്കുക എന്നുള്ളത് ഖൈറുല്ലക, നിനക്ക് ഏറ്റവും ഗുണകരമാണ്. മിൻ അൻ തഖത്തഅ ബിൽ ഇബാദത്തി ഇർബൻ ഇർബാ, ഇബാദത്ത് ചെയ്ത് ഓരോ ഘട്ടം നീ മുറിച്ച് നടക്കുന്നതിനേക്കാളും ഒരു ഘട്ടം കഴിഞ്ഞ് മറ്റൊരു ഘട്ടം ഇബാദത്തിലേക്ക് നീ പോയി, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും നീ മുറിച്ച് കളയുന്നതിനേക്കാളും മുറിച്ച് കടക്കുന്നതിനേക്കാളും നിനക്ക് ഉത്തമം, ഏറ്റവും ചുരുങ്ങിയ ഒരു സമയം അള്ളാഹുവിന്റെ വലിയിന്റെ മുന്നിൽ നിൽക്കലാകുന്നു ഉത്തമമെന്ന് ആ സ്വപ്നത്തിലൂടെ മഹാനായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹുസൈൻ തങ്ങൾ പറഞ്ഞ കഥ ഈ രണ്ട് കിതാബിലും ഈ ബഹുമാനപ്പെട്ട രണ്ട് മഹാന്മാരും ഉദ്ധരിച്ചു കാണുന്നു. അപ്പോൾ ഔലിയാക്കളെ നിഷേധിക്കുന്നവരും ഔലിയാക്കളെ നിന്ദമാക്കുന്നവരും എതിർക്കുന്നവരും നിസ്സാരമായി കാണുന്നവരും അവരോട് കൂട്ടുകൂടുകയും അവരോട് അടുക്കുകയും ചെയ്യുന്ന ആളുകളെ മുശ്രിക്കും ശിർക്കുമാക്കുന്ന ആളുകൾക്ക് എന്ത് പറ്റും, എന്ത് കിട്ടും? അവർ ചെയ്തിട്ടെന്താ കാര്യമെല്ലാം പൊടിഞ്ഞ് തരിപ്പണമാവുകയില്ലേ? അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരായ അല്ലാഹു തആല നമ്മൾ നിലനിർത്തി തന്നു, അവസാനം വരെ അങ്ങനെ തരട്ടെ. അതൊരു വലിയൊരു നിഅമത്താകുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കൾ വലിയ മഹാന്മാരാണ് എന്നല്ലേ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അവിടെ മുന്നിൽ പോയി നിൽക്കലും പുണ്യമായി ഇബാദത്താണെന്ന് പഠിപ്പിച്ചില്ലേ? ഫഖുൽതു യാ റസൂലല്ലാഹ്, അപ്പൊ ഞാൻ ചോദിച്ചു, നബിയെ, ഹയ്യൻ കാന മയ്യിത്തൻ, അവര് മരിച്ചിട്ടോ അതോ ജീവിച്ചിട്ടോ? മരിച്ചാലും ജീവിച്ചാലും ഇതേ നിലപാടാണോ നബി എന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞു, ഹയ്യൻ കാന മയ്യിത്ത, അവര് മരിച്ചാലും ജീവിച്ചാലും ഇതേ നിലപാട് തന്നെയാണ്, പുണ്യമാണെന്ന് റസൂലുള്ളാഹ് സ്വപ്നത്തിലൂടെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്വം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കാനോ? വഖാലമാലഹും, ചില പണ്ഡിതന്മാരെ പറയുന്നു, അൽ വാഖിഫു ബൈന യദയിൽ വലിയി, ഒരു വലിയിന്റെ മുന്നിലുള്ള നൃത്തമാകുന്നത് യന്ദ്രിജു ഫീഹി വയദ്ഖുലു തഹത ഇസ്തിലാഇ ശുമൂലിഹി, അങ്ങനെ ആ വലിയിന്റെ മുന്നിലുള്ളതായിരിക്കും നൃത്തം ആ വലിയിലൂടെ പ്രവേശിക്കുക, ആ വലിയിന്റെ അധികാരത്തിൽ കടക്കുക എന്നതുപോലെയായി മാറും എന്ന. ഒരു വലിയിന്റെ മുന്നിൽ പോയി നിന്നാൽ ആ വലിയിന് കീഴൊതുങ്ങി ജീവിച്ചവനെ പോലെയായി, ആ വലിയിന്റെ അധികാരത്തിൽ അവൻ പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ളതാ. അങ്ങനെ വരുമ്പോൾ അപ്പൊ അള്ളാഹുവിലേക്കുള്ളതായ ഒരു അടുക്കാനും അള്ളാഹുവിലേക്ക് ചേരുവാനും ഉള്ളതായ ഒരു മാധ്യമമാണ് ഈ വലിയായി മാറുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് വലിയ വേണം. അപ്പോൾ ആ വലിയിന്റെ മുഖാന്തരമായ ആ വലിയിന്റെ മുന്നിലുള്ള ആ നൃത്തം കൊണ്ട് ഈ നിന്നാൾക്ക് കിട്ടും മാലം ഇബാദത്ത് ചെയ്ത് ഓരോ ഘട്ടം ചെയ്ത് അങ്ങനെ മുറിച്ചുപോയി. അങ്ങനെ ഓരോ ഘട്ടം ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് കിട്ടാത്തതായിരിക്കുന്ന വലിയൊരു നേട്ടം അള്ളാഹുവിന്റെ വലിയിന്റെ മുന്നിൽ നിന്നാൽ കിട്ടും. അപ്പൊ കഴിവതും അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കണം, അവരുമായി ബന്ധപ്പെടണം. അത് ആത്മീയ ലോകത്തായാലും ഭൗതിക ലോകത്തായാലും രണ്ടും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വലിയ അള്ളാഹുവിലേക്ക് നമ്മൾ പറയുമ്പോൾ വലിയിന്റെ എത്രമാത്രം ഒരുക്കങ്ങളുണ്ടോ ആ ഒരുക്കങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടായിരിക്കും ഇവിടെ കരഗതമാവുന്ന കാര്യമുണ്ടാവുക. അങ്ങനെ പറയാൻ കാരണം അള്ളാഹുവിന്റെ വലിയിന്റെ മുന്നിൽ ചെന്ന് നമ്മൾ സഹായം തേടുമ്പോൾ ആ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ ആ വലിയ അള്ളാഹുവിലേക്ക് എത്ര കണ്ടുവരുങ്ങി തയ്യാറായിട്ടുണ്ടോ അത്രയും ഒരുക്കത്തിന്റെ കണക്കനുസരിച്ച് കൊണ്ടാണ് സഹായം ലഭ്യമാവുക. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളെ മുന്നിൽ പോവലും അവരടുത്ത് പോവലും സിയാറത്ത് നടത്തലും കാര്യങ്ങൾ ബോധിപ്പിക്കലും ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പുണ്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക ഏറ്റവും ഗുണകരമാണ്. അത് നേടിയെടുക്കുവാൻ മരിച്ച ഔലിയാക്കളുടെ ഖബർസ്ഥാനത്ത് നമുക്ക് പോകാം, നിരോധമില്ല, തെറ്റില്ല, ശിർക്കില്ല. നോക്കൂ, വഖദ് വറദ ഹദീസിൽ വന്നിട്ടുണ്ട്, വഖൂബു സഅത്തിൻ ബൈന യദൈ വലിയിൻ ഖൈറും മിൻ ഇബാദത്തി 70 സന. അൽ ഹദീസ് നീണ്ട ഹദീസാണ്, അതിലുള്ള പ്രസക്ത ഭാഗമാണ് ഇവിടെ നമുക്ക് പറയേണ്ടതുള്ളൂ. ഒരു വലിയിന്റെ മുന്നിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അല്പസമയോ നിൽക്കലാകുന്നത് 70 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ പുണ്യമാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ അത്ര ഭാഗ്യവാന്മാർ. നമ്മൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്, സിയാറത്ത് നടത്തുന്നവരാണ്, ഒരുപാട് മഹാന്മാരുടെ അടുത്തേക്ക് പോകുന്നവരാണ്. തുടരണം. ആരെങ്കിലും നമ്മെ സ്വീപ്പാക്കിയിട്ടുണ്ടെങ്കിൽ വസ്വാസാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വഞ്ചിതരാവണ്ട.
അതിലേക്കുള്ളതായ ചൂണ്ടുപലകയും അവർക്ക് തകർക്കുവാനുമുള്ളതായ ആയുധങ്ങളാണ് നമ്മൾ ഈ ഷറഹിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അതിൽ ഈമാൻ കൊള്ളുവാനും അചഞ്ചലമായ വിശ്വാസമുണ്ടാകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വഖാല ഫീ കിതാബി ഗായത്തുൽ ഖസ്ദി വൽ മുറാദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അതിന്റെ മുസന്നിഫ് അവർ പറയുന്നു, ഖാല ഷെയ്ഖ് അബൂബക്കർ അസ്ഖരി യമനി റഹിമഹുല്ലാഹു തആല, യമൻകാരനായ ഷെയ്ഖ് അബൂബക്കർ അസ്ഖരി തങ്ങൾ പറയുന്നു. എന്താ മഹാൻ പറയുന്നു? ഖാല ബഅലുഹും, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, മൻ കതബ താരീഖ വലിയിൻ, ഒരു വലിയിന്റെ ചരിത്രം ആരെങ്കിലും എഴുതി കഴിഞ്ഞാൽ കാലമാഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ആ വലിയിന്റെ കൂടെ അയാളായി എന്ന്. അൽഹംദുലില്ലാഹ്, ഒരു മഹാരഥനായ അള്ളാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട ഏതെങ്കിലും ഒരു വലിയിന്റെ ചരിത്രം ആരെങ്കിലും എഴുതിയാൽ ആ എഴുതിയത് കാരണമായി കൊണ്ട് തന്നെ ആ വലിയിന്റെ കൂടെ അന്ത്യനാളിൽ അവനുണ്ടാകും, സഹവാസം ലഭിക്കും. എത്രമാത്രമാണ്! അള്ളാഹുവിന്റെ ഔലിയാക്കളെ ചരിത്രം എഴുതണമെങ്കിൽ ഔലിയാക്കളെ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കുന്നവർക്കല്ലേ ചരിത്രം എഴുതാൻ കഴിയൂ? അത്രയും പുണ്യമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഇഷ്ടദാസന്മാർ. എന്നാൽ മറ്റൊരു ഭാഗം പറയുന്നത് എന്നാ, അള്ളാഹുവിന്റെ വലിയിന്റെ ചരിത്രത്താളുകളിൽ നിന്ന് ആ വലിയിന്റെ പേര് തേടിപ്പിടിച്ചാൽ, ആ വലിയിനെ ഇഷ്ടം വെച്ചുകൊണ്ട് ആ പേര് തന്നെ തേടിപ്പിടിക്കുകയാണെങ്കിൽ ആ തേടിപ്പിടിച്ചത് തന്നെ മഹാനായ ആ വലിയിനെ സന്ദർശിച്ചതുപോലെയായി ജീവിതകാലത്ത് എന്ന അത്രയും മഹത്വമുണ്ട് അവിടെ പേരുകൾക്കും ചരിത്രങ്ങൾക്കും. ആ പണ്ഡിതന്മാര് പറയുകയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരെങ്കിലും സന്ദർശിച്ചാൽ ആ സന്ദർശന ഫലം കൊണ്ട് തന്നെ അവൻ ചെയ്ത പാപങ്ങൾ അള്ളാഹു തആല അത് കാരണമായി പുറത്തു കൊടുക്കുകയാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, മാലം യുഅ്ദിഹി ഔ യുഅ്ദി മുസ്ലിമൻ ഫീ ത്വരീഖിഹി, അവൻ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ഒരു മുസൽമാനെയും എതിർക്കുവാനോ ബുദ്ധിമുട്ടാക്കുവാനോ പാടില്ല. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ദ്രോഹിക്കുവാനോ വശയിപ്പിക്കുവാനോ പാടില്ല. അങ്ങനത്തെ ഒരവസ്ഥാവിശേഷത്തിൽ ജീവിക്കുന്ന ഒരു മുഅ്മിനാണ് എങ്കിൽ, മുസ്ലിമാണെങ്കിൽ അള്ളാഹുവിന്റെ വലിയുമായി സന്ദർശനം നടത്തിയാൽ ആ സന്ദർശന ഫലം കൊണ്ട് തന്നെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഔലിയാക്കൾ എത്ര മഹത്വമുള്ളവരാണ്, ആ ഔലിയാക്കളെ നമ്മൾ മുറുകെ പിടിക്കുക. വഖാല അയ്ളൻ, വീണ്ടും അതാ പറയപ്പെട്ട കിതാബിൽ മഹാൻ പറയുകയാണെന്ന് പറയുന്നറിയാമോ? ഫിൽ ബാബിർ റാബി ഫീ ദിക്രിൽ ഹികായാതി വൽ വഖാഇ മിൻ കറാമാതി സാഹിബിർ റാത്തിബി. നമ്മുടെ മുസന്നിഫ് ഉണ്ടല്ലോ, റാത്തിബിന്റെ മുസന്നിഫ് അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾക്ക് ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകളുടെ കറാമത്തിന്റെ സംഭവ വികാസങ്ങളും അത്തരം കാര്യങ്ങളെ ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ പറയുന്ന വിഷയത്തിൽ ഈ പറയപ്പെട്ടതായിരിക്കുന്ന ഗായത്തുൽ ഖസ്ദി വൽ മുറാദ് എന്ന ഗ്രന്ഥത്തിൽ 4-ാമത്തെ ഒരു അധ്യായം ഇട്ടുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, അൽ ഹികായത്തു സിത്തൂന, 60-ാമത്തെ ഹിക്കായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, അഖ്ബറനി സയ്യിദുൽ ജലീൽ ഉഖൈൽ ബിൻ ഐദറൂസ് ഉഖൈൽ എന്ന് പറയുന്ന മഹാൻ എന്നോട് പറയുകയുണ്ടായി. എന്താ മഹാൻ പറയുന്നത്? ഖാല, മഹാൻ പറയുന്നു, അഖ്ബറനി ശൈഖുൽ ഫാദിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുർറഹ്മാൻ ബാശൈഖ് മക്ക, ബാശൈഖ് മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാദിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുർറഹ്മാൻ എന്നവരെ എന്റെ വിവരം പറയുകയുണ്ടായി എന്ന് സയ്യിദുൽ ജലീൽ തങ്ങൾ പറയുകയാണ്. എന്താ പറഞ്ഞെന്നറിയാമോ? വക്കാന മുജാബിറൻ ബിഹാ, ബഹുമാനപ്പെട്ട ഒരു മക്കയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ വറഅയ്തുഹു, ഞാൻ കാണുകയുണ്ടായി അദ്ദേഹത്തെ ബിഖത്തി സയ്യിദുൽ ജലീൽ അഹ്മദ് ബിൻ ഐദറൂസ് സാഹിബുർ റവഹത്ത്, സാഹിബുൽ വഹത്താകുന്ന സയ്യിദുൽ ജലീൽ അഹ്മദ് ബിൻ ഐദറൂസ് എന്ന് പറയുന്ന ആളുടെ എഴുത്ത് തന്നെ ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ദുർറഹ്മാൻ ബാശൈഖ് തങ്ങൾ പറയുകയാണ്. എന്ത്? ഖാല, മഹാൻ പറയുന്നു, മഹാൻ പറയുകയാണ്, എന്താ പറഞ്ഞറിയാമോ? ഞാൻ ഹജ്ജത്തു സനത്തം മിന സിനീന ഹജ്ജത്തുൽ ഇസ്ലാമി, കൊല്ലങ്ങളിൽ ഒരു കൊല്ലം ഇസ്ലാമിൽ ഫറളായ ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യാൻ പുറപ്പെട്ടു. അങ്ങനെ വലം തതഅത്ത സിയാറത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളെ റൗള പോയി കാണുവാനും സിയാറത്ത് നടത്തുവാനും എനിക്ക് സാധ്യമായില്ല. സാധ്യമാവാതിരിക്കാൻ കാരണം ലിഖില്ലതി ദാത്തിൽ ലദി, എന്റെ കൈവശം സമ്പത്ത് കുറവായതുകൊണ്ടാണ്. ഏകദേശം 20 സന,
ഇതേ ഒരു നിലപാട് 20 കൊല്ലക്കാലത്തോളം തുടർന്നു പോയി. വാനാബി മക്ക, ഞാൻ അപ്പോൾ മക്കയിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ വറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ഹബീബായ നബി തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. നബി തങ്ങൾ പറയുന്നു, യാ അബ്ദല്ലാഹ് ലിമ ലാ തസൂറിനി, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സന്ദർശിക്കുന്നില്ല? അമാ തഅലമു, നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, അന്ന മൻസാറ സയ്യിദ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, നമ്മുടെ റാത്തിബിന്റെ മുസന്നിഫായിരിക്കുന്ന സയ്യിദ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് എന്നവർ, അവരെ നിങ്ങൾ സന്ദർശിക്കുകയാണ് എങ്കിൽ തുഖ്ലാലു സബഉൽ ഹാജ, ഒരു 70ഓളം ആവശ്യങ്ങൾ നിങ്ങൾക്ക് മഹാന്റെ ബർക്കത്ത് കൊണ്ട് നേടപ്പെടാൻ കഴിയുന്നു. അങ്ങനെ ഇരിക്കെ സിയാറത്തിന്, അപ്പൊ നമ്മളെ സന്ദർശിച്ചാൽ നിങ്ങളുടെ വിചാരം എന്തായിരിക്കും? അതിലേറെ വലിയ നേട്ടമല്ലേ എന്നൊരു കാര്യം സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ടവർക്ക് നബിയെ കാണാൻ സാധിക്കുകയും പറയുകയും ചെയ്തപ്പോൾ മഹാൻ പറയുന്നു, ഫഅതദർതു ഇലൈഹി, നബിയിലേക്ക് ഞാൻ കാരണം ബോധിപ്പിച്ചു. വശകൗതു അദമൽ ഖുദ്റത്തി ഖില്ലതി ദാത്തില്ലദി, കൈവശം സമ്പത്തില്ല നബിയെ, അതുകൊണ്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വരുവാനും റൗദിൽ നിന്ന് വരുവാൻ എനിക്ക് കഴിയാത്തത് എന്നൊരു സങ്കടത്തോടു കൂടിയുള്ള ഒരു അന്യായം ബോധിപ്പിക്കൽ അതാ ബഹുമാനപ്പെട്ടവർ ബോധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വഅദനി, നബി തങ്ങൾ എന്നോട് വാഗ്ദാനം ചെയ്തു, ബിതൈസിൽ മസീർ, കുറച്ചങ്ങ് നടന്നു പോയിക്കോ, നടക്കുമ്പോഴൊക്കെ സാധ്യമാവും. അങ്ങനെ അത് അദ്ദേഹം നടന്നു പോവുകയാണ്. ഫലഖിയനി റജുൽ, അങ്ങനെ ഒരാൾ എന്നെ കണ്ടുമുട്ടി. ഫഅതാനി 30 അഹ്മറ, ഒരു 30 സ്വർണ്ണ നാണയം എനിക്ക് നൽകുകയും ചെയ്തു. ഫതജഹസ്തു ലിസിയാറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുറുത്തുഹു, വളരെയധികം സന്തോഷിച്ചുകൊണ്ട് ഞാൻ റൗദയിൽ ചെന്നു, നബി തങ്ങളെ സന്ദർശനം നടത്തി. അപ്പോൾ ഇത്രമാത്രം മഹത്വമാണ് നബി തങ്ങൾ പോലും ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഈ സ്വപ്നത്തിൽ മനസ്സിലാക്കാം. ഹദ്ദാദ് റളിയല്ലാഹു തആല വലിയൊരു മഹാനാണെന്നും ഈ സ്വപ്നത്തിലൂടെ മാനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾക്കുള്ള കറാമത്താണ് ഈ പറഞ്ഞത്. ആ കറാമത്തിലൂടെ ഹബീബാ നബി തങ്ങളെ കാണുകയും നബി തങ്ങളെ സന്ദർശനം നടത്തൽ വലിയ പുണ്യമാണെന്നും കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നു. പണമില്ലാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ട എന്നുവരെ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ആ സഹായം വരെ സ്വപ്നത്തിലൂടെ ലഭിക്കുകയും സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തു. അത്രയും പുണ്യമാണ് മഹാന്മാരായ ഔലിയാക്കളെയും അമ്പിയാക്കളെയൊക്കെ ഖബർ സന്ദർശനം നടത്തുക എന്നുള്ളത്. ഈ പാഠം നമുക്ക് നൽകുകയാണ്. അവസാനിപ്പിക്കട്ടെ. വഖാലായതൻ, വീണ്ടും മഹാനവറുകൾ പറയുന്നു, ആ കിതാബിൽ പറയുകയാണ്, ഫി ഖാതിമത്തിൽ ബാബിൽ അവ്വൽ, ഒന്നാമത്തെ ബാബിന്റെ ഒരു ഖാത്തിമ ഇട്ടിട്ട് പറയുന്നു, അഖ്ബറനി ബഅദു സ്വാലിഹീന, സൽസരണി ജീവിച്ചതായ ആളുകൾ, ചില ആളുകളെ എനിക്ക് വിവരം നൽകി. ഖാല, അവർ പറയുന്നു, സുറത്തു സയ്യിദുൽ ഹബീബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, നമ്മുടെ നേതാവായിരിക്കുന്ന ഹബീബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് എന്നവരെ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. അവിടെ മരണശേഷമാണ് സന്ദർശനം നടന്നത്. ഫറഅയ്തു നൂറൻ മുംതദ്ദൻ മിനസ് സമാഇ മുത്തസിലൻ ബിഖബരിഹി, അങ്ങനെ ഞാൻ ആകാശ ലോകത്തിൽ നിന്ന് മഹാനായിരിക്കുന്ന നമ്മുടെ നേതാവായ സാഹിബ് റാത്തിബിന്റെ അബ്ദുല്ലാഹിൽ ഹദ്ദാദി എന്നവരുടെ ഖബറിലേക്ക് ചേർന്ന് നിൽക്കുന്ന, നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭ അങ്ങനെ കാണാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ വദഹബത്തു അന, ഞാൻ അങ്ങനെ സിയാറത്ത് കഴിഞ്ഞു പോയി. വലം യദ്ഹബ് ദാലിക നൂറു, ആ പ്രകാശം പോയതേയില്ല, അതങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? ഇത്രയും മഹാത്മ്യമുള്ളവരാണ് നമ്മുടെയൊക്കെ റാത്തിബിന്റെ മുസന്നിഫുകൾ. അപ്പൊ അവർക്ക് ഫാത്തിഹ ഓതുന്നതിലും അവരെ സന്ദർശിക്കുന്നതിലും ഇതുപോലെ മഹാന്നതന്മാരായ ആളുകളെ സന്ദർശിക്കൽ പുണ്യമാണെന്നും അവർ മരിച്ചാൽ പോലും അവരുമായുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയില്ല എന്നും അവിടെ കറാമത്തുകളൊക്കെ വളരെയധികം കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇതിലേറെ വിശാലമായി ഇനിയും അതാ പ്രതിപാദിക്കാറുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ. ഇത്രയെല്ലാം പറഞ്ഞതിനെ അള്ളാഹു നമ്മിൽ കബൂൽ ചെയ്യട്ടെ. മഹാന്മാരുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു തആല വേഗത്തിൽ നിറവേറ്റി തരുമാറാവട്ടെ. മഹാന്മാരായ ആളുകളെ മഖബറിൽ ചെല്ലുവാനും അവരെ സന്ദർശിക്കുവാനും അവിടെ മസ്ഹദുകളും മസാറുകളും പോയി സിയാറത്ത് നടത്തുവാനും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യുവാനും നമ്മുടെയൊക്കെ ഹബീബായ നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യ റൗള പോയി കാണുവാനും സലാം പറയുവാനും നമ്മുടെ ആവലാദികൾ അവിടെ കെട്ടിവെച്ചുകൊണ്ട് തവസ്സുൽ നടത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവിധ സൗഭാഗ്യം നൽകി അതിനുവേണ്ട എല്ലാ സഹായം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.